Hello all. So part 2 limits. Okay. So നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഷോർട്ട് നോട്ട്സ് അതായത് എല്ലാ മൊഡ്യൂൾസിന്റെയും ഷോർട്ട് നോട്ട്സ് അവൈലബിൾ ആണ്. ഓക്കെ. സോ ഹിയർ ഇറ്റ് ഈസ്. എല്ലാ മൊഡ്യൂൾസിന്റെയും ഇൻഡിവിജ്വൽ ഷോർട്ട് നോട്ട്സ് അവൈലബിൾ ആണ്. ഓക്കെ. സോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ലിമിറ്റ്സ്. അതായത് നമ്മൾ പ്ലസ് ടു ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ് ലിമിറ്റ്സ് എന്താണ്, അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. ഓക്കെ. സോ ലിമിറ്റ്സിന്റെ ഫസ്റ്റ് ഡെഫിനിഷൻ ആണ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ, അല്ലെങ്കിൽ ലിമിറ്റ്. അതായത് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഒരു 5x+2 എന്ന് റെപ്രസെന്റ് ചെയ്യാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിന്റെ ഒരു ഫംഗ്ഷൻ ആണ്, ദാറ്റ് ഈസ് 5x+2 എക്സാമ്പിൾ ആണ്. ഓക്കെ. ആ 5x+2 എക്സിന്റെ സ്ഥാനത്ത്, ഫോർ എക്സാമ്പിൾ എക്സിന്റെ സ്ഥാനത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. എക്സിന്റെ സ്ഥാനത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 5 × 1 + 2 ദാറ്റ് ഈസ് 7 വരും. ഓക്കെ. അതുപോലെ തന്നെയാണ് ലിമിറ്റ്. അതായത് സെയിം കേസ് ഇതില് എക്സിന്റെ സ്ഥാനത്ത് x0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അത് എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ കിട്ടുന്ന വാല്യൂ ആണ് ലിമിറ്റ്. ആ ലിമിറ്റിനെ എൽ ആക്കി റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ. സോ റെപ്രസെന്റേഷൻ ഇങ്ങനെ വരും. നെക്സ്റ്റ് ലിമിറ്റിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാ, ഇതില് ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് എക്സ് കോർഡിനേറ്റ് എക്സ്, വൈ കോർഡിനേറ്റ് എഫ് ഓഫ് എക്സ്, സെക്കൻഡ് പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് x0, വൈ കോർഡിനേറ്റ് ലിമിറ്റ്. ഇതാണ് ഗ്രാഫ്. ഓക്കെ. ഓക്കെ. ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്. അതായത് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് ഉണ്ട്. അതുപോലെ തന്നെ എക്സിന്റെ സ്ഥാനത്ത് x0, അതായത് എക്സിന്റെ സ്ഥാനത്ത് ഏതൊരു വാല്യൂ വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് എന്ത് വരുന്നു, ആ വാല്യൂവിന് പറയുന്ന പേരാണ് ലിമിറ്റ്. ആ ലിമിറ്റ് നമ്മൾ എൽ എന്ന വാല്യൂ കൊണ്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. സിമ്പിൾ ടോപ്പിക് ആണ്. Next one is basic properties. Okay, basic properties. Assume that limit x tends to x0 of f of x and limit x tends to x0 of g of x exist. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, ജി ഓഫ് എക്സ് എന്ന് പറയുന്ന വേറെ ഫംഗ്ഷൻ ഉണ്ട്. അതിൽ രണ്ടിലും ലിമിറ്റ് എക്സ് ടെൻസ് ടു x0 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുമ്പോൾ അതിനൊരു പെർട്ടിക്കുലർ വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണ് എങ്കിൽ ഈ പ്രോപ്പർട്ടീസ് എല്ലാം എന്ത് ചെയ്യും, സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ. ഫസ്റ്റ് പ്രോപ്പർട്ടി സം റൂൾ ആണ്. സം റൂൾ ഒന്നുമില്ല, അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, ജി ഓഫ് എക്സ് എന്ന് പറയുന്ന വേറെ ഫംഗ്ഷൻ ഉണ്ട്. ആ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും തമ്മിൽ സം ചെയ്തിട്ട് അതിലേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ അതും, അതുപോലെ തന്നെ എഫ് ഓഫ് എക്സിലേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ ജി ഓഫ് എക്സിലേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ സം ചെയ്താലും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. എൽ എച്ച് എസും ആർ എച്ച് എസും ഈക്വൽ ആയിരിക്കും. ഓക്കെ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എക്സാമ്പിൾ ഏതെങ്കിലും എടുത്ത് കൺസിഡർ ചെയ്യാം. എഫ് ഓഫ് എക്സിന് ഒരു 5x+2 എന്ന് കൊടുക്കുക, ജി ഓഫ് എക്സിന് ഒരു 2x+3 എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ആദ്യം സം ചെയ്യാം. അത് രണ്ടും സം ചെയ്തതിനു ശേഷം അതിലേക്ക് x0ന്റെ വാല്യൂ, അതായത് x0 ഫോർ എക്സാമ്പിൾ x0 ഒരു 4 കൊടുക്കുക. എന്നിട്ട് ആ 4 ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്കൊരു LHL കിട്ടും, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് LHL അത് കിട്ടും. അതുപോലെ തന്നെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂയിലേക്ക് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ജി ഓഫ് എക്സിന്റെ വാല്യൂയിലേക്ക് x0, അതായത് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. എന്നിട്ട് രണ്ട് വാല്യൂ കൂടി സം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, രണ്ടും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് സം റൂൾ. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് പ്രൊഡക്റ്റ് റൂൾ. പ്രൊഡക്റ്റ് റൂളും അതുപോലെ തന്നെയാണ്. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. രണ്ടും കൂടി ആദ്യം മൾട്ടിപ്പിൾ ചെയ്തു, എന്നിട്ട് അതിലേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്തു. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, LHL കിട്ടി. ആൻഡ്
limit x tends to x naught of f of x multiplied by limit x tends to x naught of g of x. ഓക്കെ, ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് RHL കിട്ടും. അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അതായത് ഇൻഡിവിജ്വൽ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഇൻഡിവിജ്വൽ ലിമിറ്റ് കണ്ടിട്ട് എന്ത് ചെയ്യാം, അത് പ്രൊഡക്റ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂവും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂവും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് റൂൾ. നെക്സ്റ്റ് വൺ ഈസ് റെസിപ്രോക്കൽ റൂൾ. റെസിപ്രോക്കൽ റൂൾ എന്താന്ന് വെച്ചാൽ ദിസ് ഈസ് അവർ റെസിപ്രോക്കൽ ഫംഗ്ഷൻ 1/f of x. 1/f of x ലേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു 1 limit x tends to x naught of f of x. അതായത് അതിന്റെ ഡിനോമിനേറ്റർ ആയിട്ടുള്ള എഫ് ഓഫ് എക്സിന് ഇൻഡിവിജ്വൽ ആയിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂവിന് ഇങ്ങനെ ഇതിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, so this is our reciprocal rule. 1/f of x ലേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ 1 divided by limit of x tends to x naught of f of x ആയിരിക്കും. ഇവിടെ limit x tends to x naught of f of x not equal to 0. ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആവരുത്. കാരണം ഡിനോമിനേറ്റർ 0 ആയാൽ 1/0 which is equal to infinity വരും. ഓക്കെ, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം എങ്ങനെയാണ് 1/0 ഇൻഫിനിറ്റി ആവുന്നതൊക്കെ. ഓക്കെ, സിമ്പിൾ മാത്സ് ആണ്. ഓക്കെ, ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു 0, അതായത് ഏത് കേസിലും ഡിനോമിനേറ്റർ ഒരിക്കലും 0 വരരുത്. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് റൂൾ is constant function rule. Constant function rule is nothing but limit x tends to x naught of c which is equal to c എന്ന് വരും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു കോൺസ്റ്റന്റ് c ഈക്വൽ ടു 5 എടുത്തു. c എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു റെപ്രസെന്റേഷൻ ആണ്. കോൺസ്റ്റന്റ്, അതായത് ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേരിയബിൾ ആണ് c. ഓക്കെ, സോ c ഈക്വൽ ടു 5 എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് x ടെൻസ് ടു x നോട്ടിന്റെ സ്ഥാനത്ത് ഒരു 2 കൊടുക്കുക. സോ ലിമിറ്റ് x ടെൻസ് ടു 2 ഓഫ് 5 എത്രയായിരിക്കും വാല്യൂ? ഇവിടെ എക്സിന്റെ ഒരു വേരിയബിൾ ഇല്ല, സോ കോൺസ്റ്റന്റ് ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. ഫൈനൽ ആൻസർ ഇസ് ഓൺലി 5, അതല്ലെങ്കിൽ c എന്ന് വരും. സോ ലിമിറ്റ് കോൺസ്റ്റന്റിൽ അപ്ലൈ ചെയ്താൽ നോ ഡിഫറൻസ്, കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും ഫൈനൽ ആൻസർ വരിക. ഓക്കെ, next one is identity rule. Identity rule is nothing but limit x tends to x naught of x equal to x naught എന്ന് വരും. സോ ഹിയർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. ആ ഒരു ഐഡന്റിറ്റി ഫംഗ്ഷനിൽ നമുക്ക് എക്സിന്റെ സ്ഥാനത്ത് എക്സ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഫൈനൽ ഔട്ട്കം ഈസ് എക്സ് നോട്ട് എന്ന് വരും. ഓക്കെ, എക്സാമ്പിൾ വെച്ച് നോക്കാം. അതായത് എക്സ് നോട്ടിന് 6 കൊടുക്കുക. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 6 ഓഫ് എക്സ് ഈക്വൽ ടു, അതായത് ലിമിറ്റ് എങ്ങനെ നോക്കുക എന്ന് വെച്ചാൽ ഈ ഒരു ഫംഗ്ഷനിൽ എക്സിന്റെ സ്ഥാനത്ത് എക്സ് നോട്ടിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് നമുക്ക് ലിമിറ്റ് കിട്ടുക. സോ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ഫൈനൽ ആൻസർ ഈസ് 6, അതല്ലെങ്കിൽ എക്സ് നോട്ട് എന്ന് വരും. സോ ലിമിറ്റ് ഇങ്ങനെ 6 ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്തതാണ്. ഇങ്ങനെ എക്സ് നോട്ടിന് ഏതൊരു എക്സാമ്പിളും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ഐഡന്റിറ്റി ഫംഗ്ഷൻ റൂൾ. ഓക്കെ, നെക്സ്റ്റ് one is derived properties of limits. Okay, derived properties ൽ first property extended sum rule. Extended sum rule എന്ന് വെച്ചാൽ അതായത് നേരത്തെ പഠിച്ച സെയിം സം റൂൾ തന്നെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇവിടെ n നമ്പർ ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. f1 of x, f2 of x. റെപ്രസെന്റേഷൻ ഇങ്ങനെയാണ് വരിക കേട്ടോ. f വരും ആൻഡ് 1 സഫിക്സ് ആയിട്ട് അടിയിൽ വരും f1 of x പ്ലസ് f2 of x എക്സെട്ര പ്ലസ് fn of x എന്ന് വരും. അതായത് ഇത് എല്ലാ ഫംഗ്ഷൻസും, അതായത് n നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട്, അത് മൊത്തം സം ചെയ്തിട്ട് അതിലേക്ക് എക്സ് നോട്ട് എന്ന് പറയുന്ന ലിമിറ്റ് അപ്ലൈ ചെയ്താലും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഫംഗ്ഷനിലേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് എല്ലാം കൂടി സം ചെയ്താലും കിട്ടുന്ന ആൻസർ ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു 3 ഫംഗ്ഷൻസ് എടുക്കുക. f1 of x എക്സാമ്പിൾ ആയിട്ട് 2x plus 3, അതുപോലെ തന്നെ 5x plus 4 അല്ലെങ്കിൽ 7x plus 9 എന്നിങ്ങനെ 3 ഫംഗ്ഷൻസ് എടുക്കുക. എന്നിട്ട് ആദ്യം 3 ഫംഗ്ഷനും കൂടി സം ചെയ്യുക. എന്നിട്ട് ലിമിറ്റ് എക്സ് നോട്ടിന് ഒരു 2 എക്സാമ്പിൾ ആക്കി എടുക്കുക. എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? LHL കിട്ടും. എന്നിട്ട് RHL ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതായത് ഫസ്റ്റ് ഫംഗ്ഷനിലേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും, സെക്കൻഡ് ഫംഗ്ഷനിലേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും, തേർഡ് ഫംഗ്ഷനിൽ ഒരു വാല്യൂ കിട്ടും. 3 വാല്യൂ കൂടി സം ചെയ്താൽ എന്ത് കിട്ടും? RHL കിട്ടും, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കിട്ടും. ഓക്കെ, അത് LHL ഉം RHL ഉം എങ്ങനെ വന്നാലും ഈക്വൽ ആയിരിക്കും.
Okay, that's all. That is sum rule. Next one is extended product rule. എക്സ്റ്റെൻഡഡ് പ്രൊഡക്റ്റ് റൂൾ എന്ന് വെച്ചാൽ ഒന്നുമില്ല, അതായത് പ്രൊഡക്റ്റ് റൂളിന്റെ ഒരു എക്സ്റ്റൻഷൻ മെത്തേഡ് f1 of x, f2 of x, etc. into fn of x. അതായത് n നമ്പർ ഓഫ് ഫംഗ്ഷൻസ് മൾട്ടിപ്പിൾ ചെയ്തിട്ട് എക്സ് നോട്ട് എന്ന് പറയുന്ന ലിമിറ്റ് അതിലേക്ക് അപ്ലൈ ചെയ്താലും, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഫംഗ്ഷൻസിലേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് ഓരോ ഫംഗ്ഷൻസും മൾട്ടിപ്പിൾ ചെയ്താലും ഫൈനൽ ആൻസർ ഈക്വൽ ആയിരിക്കും. LHL ഈസ് ഈക്വൽ. ഓക്കെ, ഒന്നുമില്ല, അതായത് ഈ ലിമിറ്റ് ആദ്യം അതായത് ഈ RHL എങ്ങനെ കിട്ടിയതെന്ന് വെച്ചാൽ ഈ ലിമിറ്റ് ആദ്യം f1 of x ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ഇൻറ്റു f2 of x ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ഇൻറ്റു ഈ നെക്സ്റ്റ് n ടൈംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനൽ വാല്യൂ fn of x ലേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിൽ LHL-ഉം RHL-ഉം ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് എക്സ്റ്റെൻഡഡ് പ്രൊഡക്റ്റ് റൂൾ. ഒന്നുമില്ല, അതായത് നേരത്തെ പഠിച്ച പ്രൊഡക്റ്റ് റൂളിന്റെ ജസ്റ്റ് ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ. നെക്സ്റ്റ് വൺ ഈസ് കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂൾ. കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂൾ എങ്ങനെയെന്ന് വെച്ചാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ഓഫ് c into f of x which is equal to c into limit x tends to x naught of f of x എന്ന് വരും. അതായത് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5x plus 2, അതിലേക്ക് ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ചെയ്തു, 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു, എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്തു. എക്സ് നോട്ടിന് ഒരു എക്സാമ്പിൾ 1 അല്ലെങ്കിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. എന്നിട്ട് അതായത് എഫ് ഓഫ് എക്സ് കണ്ടു, എഫ് ഓഫ് എക്സിലേക്ക് സി മൾട്ടിപ്പിൾ ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, ലിമിറ്റ് അപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, LHL കിട്ടും. അതുപോലെ തന്നെ കോൺസ്റ്റന്റ്, അതായത് ആദ്യം എഫ് ഓഫ് എക്സിലേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് എന്നിട്ട് കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലും എന്ത് കിട്ടും, രണ്ടും സെയിം ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇതാണ് കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂൾ. ഒന്നുമില്ല, അതായത് ആദ്യം എഫ് ഓഫ് എക്സിലേക്ക് കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്താലും ഈ കോൺസ്റ്റന്റ് പുറത്തെടുത്തിട്ട്, അതായത് ലിമിറ്റ് ആദ്യം എഫ് ഓഫ് എക്സിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലും ഈക്വൽ ആയിരിക്കും. LHL ഈക്വൽ ടു RHL. ഓക്കെ, സോറി, ഇങ്ങനെ LHL ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇതിന് കൊടുക്കില്ല, LHS, അതായത് റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും, റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും വേറെയാണ്, അതായത് വേറെ കേസാണ്. സോ അത് നെക്സ്റ്റ് പറയാം. ഓക്കെ, ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയിരിക്കും, LHS ആൻഡ് RHS. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് കോഷ്യൻ റൂൾ. കോഷ്യൻ റൂൾ ഇസ് നത്തിങ് ബട്ട് f of x divided by g of x കണ്ടിട്ട് അതിലേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്താലും ഇൻഡിവിജ്വൽ എഫ് ഓഫ് എക്സിലേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്ത് ഇൻഡിവിജ്വൽ ജി ഓഫ് എക്സിലേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്ത് രണ്ടും കൂടിയും ഡിവൈഡ് ചെയ്താലും സെയിം ആൻസർ ആയിരിക്കും. LHS equal to RHS, where limit x tends to x naught of g of x not equal to 0. ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആവരുത്. ഡിനോമിനേറ്റർ 0 ആയാൽ 1/0 which is infinity വരും. That's not possible. Okay, so next one is power rule. Power rule, limit x tends to x naught of x raised to n which is equal to x naught raised to n എന്ന് വരും. അതായത് എക്സിന്റെ സ്ഥാനത്ത് x naught സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് പവർ റൂൾ. ഇതൊന്നും വലിയ ഡിഫിക്കൽട്ട് ഉള്ള പോർഷൻ അല്ല, സിമ്പിൾ ആണ്. പ്ലസ് ടുവിൽ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതുമാണ്. ഓക്കെ, കുറച്ച് എക്സാമ്പിൾ നോക്കാം. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 5. ദിസ് ഇസ് അവർ ക്വസ്റ്റ്യൻ. ഇതിൽ ലിമിറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ എക്സിന്റെ സ്ഥാനത്ത് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോ ഇനി ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, പക്ഷെ ഇതിനൊന്നും ആവശ്യമില്ല. ആദ്യം എക്സ് സ്ക്വയറിലേക്ക് 3 അപ്ലൈ ചെയ്ത് കൊടുക്കുക, പിന്നെ 2x-ലേക്ക് 3, 2x-ൽ എക്സിന്റെ സ്ഥാനത്തേക്ക് മാത്രമുള്ള 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. 2x-ലേക്ക് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, നെക്സ്റ്റ് 5-ലേക്ക് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 5 becomes 3 square plus 2 into 3 plus 5 എന്ന് വരും. 5 ഒരു കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റിൽ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ നോ ചേഞ്ച് which is equal to 5 എന്ന് വരും. ഓക്കെ, സോ ഫൈനൽ ആൻസർ is 9 plus 6 plus 5 that is 20 എന്ന് വരും. സിമ്പിൾ മാത്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find limit of x tends to 3 of 2x square minus 7x plus 3 divided by x minus 3. ഓക്കെ, ഇതൊരു ഡിഫിക്കൽട്ട് എന്ന് പറയാൻ കഴിയില്ല, ഇത് ഒരു പുതിയൊരു മെത്തേഡാണ്. ഓക്കെ, സോ നോക്കാം. ഇവിടെ ഡിനോമിനേറ്ററിൽ എക്സ് മൈനസ് 3 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്, അതല്ലെങ്കിൽ ഒരു എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷൻ ഉണ്ട്. ന്യൂമറേറ്ററിൽ
2x² - 7x + 3 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നമ്മൾ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഡിനോമിനേറ്റർ എന്ത് വരും? ഡിനോമിനേറ്റർ 3 - 3 which is equal to 0 എന്ന് വരും. ഡിനോമിനേറ്റർ ഒരിക്കലും ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 0 വരരുത്. ഓക്കെ, ആ ഡിനോമിനേറ്റർ കളയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഈ ന്യൂമറേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് 10th നമ്മൾ പഠിക്കുന്നതാണ്. സോ ഇതൊന്ന് സിമ്പിൾ ആയിട്ട് പറയാം. സോ ഡിനോമിനേറ്ററിൽ x-3 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ തരുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ x-3യുടെ ഒരു ഫാക്ടർ ആയിരിക്കും ന്യൂമറേറ്ററിൽ തരുന്ന വാല്യൂ. കാരണം ഡിനോമിനേറ്ററിലുള്ളതും ന്യൂമറേറ്ററിലുള്ളതും തമ്മിൽ കട്ട് ചെയ്ത് പോകണമെങ്കിൽ അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസിൽ, മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസിൽ അങ്ങനെയാണ് തരിക. സോ 2x² - 7x + 3 is a factor of x-3 എന്ന് വരും. ഓക്കെ, x-3 നമുക്ക് അതിന്റെ ഒരു ഫാക്ടർ ആണ് കിട്ടി. ഇനി സെക്കൻഡ് ഫാക്ടർ കാണണം. ഇവിടെ 2x - 1 എന്ന് കിട്ടി. അതെങ്ങനെയെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണത് എന്ന് നമുക്ക് നോക്കാം. സോ സിമ്പിൾ ആണ്. അതായത് ഇവിടെ x-3 എന്ന് വരും. x-3 എന്ന് ഫസ്റ്റ് ഫാക്ടർ കിട്ടി. സെക്കൻഡ് ഫാക്ടർ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് 2ന്റെ വാല്യൂ അറിയില്ല. ഒരു എക്സിന്റെ ഫംഗ്ഷൻ ആണ്. എന്തായാലും ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ ആണ് വരിക. ഓക്കെ, അപ്പോ ഫോർ എക്സാമ്പിൾ ax + b അല്ലെങ്കിൽ ax - b അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നമുക്ക് വരിക. അതിൽ എയും ഫൈൻഡ് ഔട്ട് ചെയ്യണം, ബിയും ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ആദ്യം എ ഫൈൻഡ് ഔട്ട് ചെയ്യാം. എ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എങ്ങനെയെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫസ്റ്റ് വാല്യൂ നോക്കാം. ദാറ്റ് ഈസ് 2x² ആണ്. 2x² എന്ന് നമുക്ക് കിട്ടണമെങ്കിൽ, അതായത് ax × x, ഇത് x നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2x² കിട്ടണമെങ്കിൽ എയുടെ വാല്യൂ എന്തായാലും 2 ആയേ പറ്റൂ. കാരണം എക്ക് വേറൊരു വാല്യൂ കൊടുത്താലും നമുക്ക് 2x² വരില്ല. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് 2 ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വാല്യൂ കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് വാല്യൂ, അതായത് നമുക്ക് പ്ലസ് ആണോ ഇവിടെ വരിക മൈനസ് ആണോ വരിക എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ബിയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ദാറ്റ് ഈസ് 2xന്റെ വാല്യൂ നമുക്ക് കിട്ടി. 2x × -3 ദാറ്റ് ഈസ് -6x എന്ന് വന്നു. ഇവിടെ -7x ആണ്. സോ ഫസ്റ്റ് നമുക്ക് -6x കിട്ടി. നെക്സ്റ്റ് ഈ ഒരു വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? പ്ലസ് ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. പ്ലസ് ബി × x എന്ന് പറയുന്ന ഈ ഒരു കാൽക്കുലേഷനും കൂടി ചെയ്യാം. അപ്പോൾ പ്ലസ് ബി × x ഷുഡ് ബി ഈക്വൽ ടു bx ആവണം. സോ നമുക്കറിയാം -6x + bx which is equal to 7x എന്ന് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബിയുടെ വാല്യൂ എന്തായിരിക്കും? -1 ആയിരിക്കണം. സോ എല്ലാവരും നോട്ട് എഴുതി നോക്കുക. ബിയുടെ വാല്യൂ -1 ആയാൽ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാം? ഔട്ട്കം -7x വരിക. അതായത് -6x + bx ആണ് വരിക. സോ ബിയുടെ വാല്യൂ എന്തായാലും -1 ആകണം. സോ നമുക്ക് എന്ത് കിട്ടി? എയുടെ വാല്യൂ 2 കിട്ടി, ബിയുടെ വാല്യൂ -1 കിട്ടി. നെക്സ്റ്റ് റിമൈനിങ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ദാറ്റ് ഈസ് -1 × -3 ദാറ്റ് ഈസ് +3 എന്ന് വരും. ഓക്കെ, സോ അങ്ങനെയാണ് എന്ത് ചെയ്യുക? രണ്ട് ഫാക്ടറും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. സോ നമുക്ക് എന്ത് കിട്ടി? 2x - 7x + 3യുടെ രണ്ട് ഫാക്ടർ കിട്ടി. ദാറ്റ് ഈസ് 2x - 1 ആൻഡ് x - 3. സോ ഇതിനെ ഫാക്ടറിന്റെ രൂപത്തിൽ എഴുതുക. എന്നിട്ട് ന്യൂമറേറ്ററിലുള്ള x-3യും ഡിനോമിനേറ്ററിലുള്ള x-3യും ക്യാൻസൽ ചെയ്ത് പോകും. റിമൈൻഡർ ആയിട്ട് 2x - 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ വരിക. ദാറ്റ് ഈസ് ലിമിറ്റ് x → 3 of 2x - 1 which is equal to 2 × 3 - 1 that is 5 എന്ന് വരും. ഓക്കെ, ഫൈനൽ ആൻസർ is 5. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് x → -1 of x + 1 divided by x - 1. ഇത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്യുക? എക്സിന്റെ സ്ഥാനത്ത് ആദ്യം -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് -1 + 1 divided by -1 - 1 എന്ന് കിട്ടും. അപ്പോൾ ന്യൂമറേറ്ററിൽ ഇവിടെ ഒരു -1ഉം +1 ഉണ്ട്. ന്യൂമറേറ്ററിൽ 0 വരും. ഡിനോമിനേറ്ററിൽ -1ഉം -1ഉം ഡിനോമിനേറ്ററിൽ -2 വരും. ഓക്കെ, ഇത് സിമ്പിൾ സബ്സ്ട്രാക്ഷൻ ആണ്. അതായത് -1 - 1 ആണ്. അതല്ലെങ്കിൽ സിമ്പിൾ അഡീഷൻ ആണ്. അതായത് -1 + -1 ആണ്. ഓക്കെ, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്ലസ് പഠിച്ചതാണ്. സിമ്പിൾ അഡീഷനും സബ്സ്ട്രാക്ഷൻ ആണ്. സോ ഫൈനൽ ആൻസർ ഇസ് 0 divided by -2. അതുപോലെ തന്നെ 0നെ ഏത് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഏത് വാല്യൂ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലും എന്തായിരിക്കും ഫൈനൽ ആൻസർ? ദാറ്റ് ഈസ് 0 ആയിരിക്കും. സോ ഔട്ട്കം ഈസ് 0.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ഓഫ് എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ പ്ലസ് 14x ഡിവൈഡ് ബൈ എക്സ് റൈസ് ടു 6 പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് 1 എന്ന് വരും. സോ ഇതിൽ എക്സിന്റെ സ്ഥാനത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഡിനോമിനേറ്ററിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം ഡിനോമിനേറ്റർ 0 ആയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം. 0 ആയിട്ടില്ലെങ്കിൽ സിമ്പിൾ മാത്തമാറ്റിക്സിലൂടെ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, ഡിനോമിനേറ്ററിൽ 1 റൈസ്ഡ് 6, 1നെ ഏതുകൊണ്ട് റൈസ് ടു ചെയ്താലും നമുക്ക് 1 ആണ് ഫൈനൽ ആൻസർ വരിക. സോ 1 റൈസ് ടു 6 പ്ലസ് 1 റൈസ് ടു 6 പ്ലസ് 1 ക്യൂബ് പ്ലസ് 1, ഡിനോമിനേറ്ററിൽ 3 വരും, 3. ഓക്കെ, ന്യൂമറേറ്ററിൽ 1 ക്യൂബ് minus 3 into 1 plus 14 into 1 എന്ന് വരും. That is 1 minus 3, that is minus 2 plus 14 എന്ന് വരും. Minus 2 plus 14, that is 12 എന്ന് വരും. 12 by 3, final answer is 4. Okay, simple maths. Okay, next question. Limit x tends to 1 of x raised to 10 plus 8x cube minus 7x square minus 2 divided by x plus 1. ഓക്കെ, ആദ്യം ഡിനോമിനേറ്റർ കൺസിഡർ ചെയ്യുക. എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. ദാറ്റ് ഈസ് ഡിനോമിനേറ്റർ ഈസ് 2 എന്ന് വരും. നെക്സ്റ്റ് ന്യൂമറേറ്റർ നോക്കുക. ന്യൂമറേറ്ററിൽ 1 റൈസ് ടു 10 പ്ലസ് 8 into 1 ക്യൂബ് മൈനസ് 7 into 1 സ്ക്വയർ മൈനസ് 2 എന്ന് വരും. ദാറ്റ് ഈസ് 1 പ്ലസ് 8 മൈനസ് 7 മൈനസ് 2 എന്ന് വരും. ഫൈനൽ ആൻസർ ഇസ് ഓക്കെ. ഇതില് 1 പ്ലസ് 8 9 ആണ് വരിക. അതുപോലെ തന്നെ മൈനസ് 2 മൈനസ് 7 മൈനസ് 2 മൈനസ് 9 ആണ് വരിക. പ്ലസ് 9ഉം മൈനസ് 9ഉം ക്യാൻസൽ ചെയ്ത് 0 ആകും. സോ ഫൈനൽ ആൻസർ ഇസ് 0 എന്ന് വരും. ഓക്കെ, ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് പോർഷൻ ആണ് കണ്ടിന്യൂറ്റി. കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റിയുടെ വാല്യൂ ആണ് ഇത്. വാല്യൂ അല്ല, കണ്ടിന്യൂറ്റിയുടെ ഇക്വേഷൻ. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് വരണം. അതായത് ആദ്യം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കണ്ടു. ആ ഒരു ഫംഗ്ഷനിൽ എക്സ് നോട്ട് എന്ന് പറയുന്ന വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന വാല്യൂവിൽ എക്സിന്റെ സ്ഥാനത്തേക്ക് എക്സ് നോട്ട് എന്ന് പറയുന്ന വാല്യൂ ഡയറക്റ്റ് കൊടുത്താൽ നമുക്ക് എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്ന വാല്യൂ കിട്ടും. രണ്ടും ഈക്വൽ ആവണം. അതായത് പറയുമ്പോൾ നിങ്ങൾക്ക് സെയിം ആയി തോന്നും. നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. സോ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ നമുക്ക് 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ ഈസ് എഫ് ഓഫ് എക്സ് നോട്ട് എക്സിസ്റ്റ് ആവണം. അതായത് എഫ് ഓഫ് എക്സ് നോട്ട് എക്സിസ്റ്റ് ആവണം എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ നമുക്ക് എഫ് ഓഫ് എക്സ് 2x plus 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എക്സ് നോട്ടിന്റെ വാല്യൂ 2 എന്ന് കൊടുക്കാം. അപ്പോൾ ഫൈനൽ ആൻസർ ഇസ് 2 into 2 plus 3 എന്ന് വരും. ഒരു സിമ്പിൾ കേസ് ആണ്. ഓക്കെ, first condition f of x not exist. Second condition is limit x tends to x not of f of x exist. അതായത് അതിനൊരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അതായത് ഈ ഒരു കേസ് സിമ്പിൾ ആയി പറയുമ്പോൾ നിങ്ങൾക്ക് അതായത് ലിമിറ്റിന്റെ കേസും എഫ് ഓഫ് എക്സ് നോട്ടിന്റെ കേസും സിമിലർ ആയി തോന്നും. അപ്പൊ തോന്നും എല്ലാ ഫംഗ്ഷൻസും ഇങ്ങനെ കണ്ടിന്യൂസ് ആവില്ല എന്ന് തോന്നും. അത് നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇത് രണ്ടും അതായത് ലിമിറ്റും അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് നോട്ടും തമ്മിൽ ചേഞ്ച് ഉണ്ട്. അത് ഒരു ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ എക്സാമ്പിൾ വരുമ്പോൾ മനസ്സിലാകും. ഓക്കെ, സോ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് എഫ് ഓഫ് എക്സ് നോട്ട് എക്സിസ്റ്റ് ചെയ്യണം. സെക്കൻഡ് കണ്ടീഷൻ അതിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. തേർഡ് കണ്ടീഷൻ ആ ലിമിറ്റും എഫ് ഓഫ് എക്സ് നോട്ടിന്റെ വാല്യൂം ഈക്വൽ ആവണം. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ we can say that this function is continuous. Okay, next, continuity of rational functions. Okay, this is our continuity equation. Next, every polynomial function is continuous. അതായത് ഏതൊരു പോളിനോമിയൽ എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് ഓർഡർ പോളിനോമിയൽ ആവാം. ഫസ്റ്റ് ഓർഡർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ബി. സെക്കൻഡ് ഓർഡർ പോളിനോമിയൽ ആവാം. അതായത് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് വരും. തേർഡ് ഓർഡർ പോളിനോമിയൽ എന്ന് പറയുമ്പോൾ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി എന്ന് വരും. അത് അങ്ങനെ പോകും. അപ്പോൾ ഏതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ വന്നാലും അതൊരു കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നിന് എക്സ്പോണന്റ് ആയിട്ട് മറ്റേത് വരും. എക്സ്പോണന്റ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റൈസ് ടു എന്ന് പറയുന്ന വാല്യൂവിനെയാണ് എക്സ്പോണന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അത് നോക്കാം. അതായത് ഏതൊരു എക്സ്പോണന്റ് ഫംഗ്ഷൻ വന്നാലും അത് കണ്ടിന്യൂസ് ആകും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് റൈസ് ടു 7
അങ്ങനെ നോക്കണ്ട, അത് പിന്നീട് നോക്കാം. അതായത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിൽ എല്ലാ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആയിരിക്കും. എക്സാമ്പിൾ നമുക്ക് പിന്നെ നോക്കാം, കുഴപ്പമില്ല. നെക്സ്റ്റ് ലോഗറിതമിക് ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്. അതായത് ലോഗ് ഓഫ് 1, ലോഗ് ഓഫ് 2, അതുപോലെ ലോഗ് ഓഫ് എക്സ്, അങ്ങനെ ഏത് ലോഗ്, അതായത് ഏതൊരു ഫംഗ്ഷനിൽ ലോഗ് അപ്ലൈ ചെയ്താലും ആ ഫംഗ്ഷൻ എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. നെക്സ്റ്റ് വൺ ഇസ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ട്രിഗണോമെട്രിക് ഇസ് നത്തിങ് ബട്ട് സൈൻ, കോസ്, ടാൻ അതുപോലത്തെ ഫംഗ്ഷൻസ്. അവയെല്ലാം അതിന്റെ ഏതൊരു ഫംഗ്ഷൻ വന്നാലും എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ഈ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സൈനിന്റെ ഗ്രാഫ് നോക്കാം. ഇല്ല, അത് കുഴപ്പമില്ല. സൈനിന്റെ ഗ്രാഫ്, സൈനിന്റെ ഗ്രാഫ്, അതുപോലെ തന്നെ കോസിന്റെ ഗ്രാഫ്, അതുപോലെ തന്നെ ടാന്റെ ഗ്രാഫ്, ഇതെല്ലാം എല്ലാവരും നോക്കി വെക്കുക. കാരണം അത് ഞാൻ പറഞ്ഞുതരാം, കുറച്ച് കഴിഞ്ഞ് റെഡിയാക്കാം. ഓക്കെ, so every trigonometric function is continuous. So next one is state that every constant is continuous. അതായത് ഏതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാം. ആ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. സോ ഹിയർ സി ഈസ് അവർ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. ക്ലിയർലി the domain of a constant function in real number. ഓക്കെ, ഡൊമൈൻ എന്താണ്, റേഞ്ച് എന്താണെന്നൊക്കെ നമ്മൾ പ്ലസ് ടുവിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയതാണ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷനിൽ നോക്കിയതാണ്. സോ ഇവിടെ റിയൽ നമ്പറിൽ, ഇവിടെ നമുക്ക് ഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ നമ്പറിലുള്ള ഏതൊരു കോൺസ്റ്റന്റ് നമ്പറും ആകാം. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി ഓഫ് എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി ഓഫ് സി വിച്ച് ഇസ് ഈക്വൽ ടു സി എന്ന് വരും. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുത്തു, ആ ഫംഗ്ഷന് ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്, അതിലേക്ക് നമ്മൾ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതായത് കോൺസ്റ്റന്റ് ഫംഗ്ഷനിലേക്ക് സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലും നമുക്ക് ഫൈനൽ ആൻസർ സി എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ ഇതില് നമുക്ക് ലിമിറ്റിന്റെ വാല്യൂ സി കിട്ടി, അതുപോലെ തന്നെ അതായത് എഫ് ഓഫ് എക്സ് നോട്ട് രണ്ട് സിമിലർ ആയി തോന്നുന്നുണ്ടല്ലേ. അതായത് എഫ് ഓഫ് എക്സ് സി ആണ്, ആ എഫ് ഓഫ് എക്സ് സി ആണ്, അതിലേക്ക് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ലിമിറ്റിന്റെ വാല്യൂ സി എന്ന് കിട്ടി. നെക്സ്റ്റ് നമുക്ക് എന്ത് കാണണം, എഫ് ഓഫ് എക്സ് നോട്ട് കാണണം. എഫ് ഓഫ് എക്സ് നോട്ട് കാണണമെങ്കിൽ എക്സ് നോട്ടിന്റെ വാല്യൂ സി ആണ്, സോ എഫ് ഓഫ് എക്സ് നോട്ടിന്റെ വാല്യൂ സി വരും, രണ്ടും ഈക്വൽ ആയിരിക്കും. അതായത് ലിമിറ്റിന്റെ വാല്യൂവും അതുപോലെ തന്നെ എഫ് ഓഫ് സിയുടെ വാല്യൂ ഫൈനൽ ആൻസർ സി ആയിരിക്കും, രണ്ടും ഈക്വൽ ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സി ഇൻ എവറി റിയൽ നമ്പേഴ്സ്. എല്ലാവർക്കും റിയൽ നമ്പർ എന്താണെന്ന് അറിയില്ലേ, അതായത് കോംപ്ലക്സ് നമ്പേഴ്സ് ഒഴികെയുള്ള എല്ലാ നമ്പേഴ്സും റിയൽ നമ്പർ ആയിരിക്കും. നെക്സ്റ്റ്, ഹെൻസ് എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്. സോ നെക്സ്റ്റ്, state every identity function is constants. ഓക്കെ, അതായത് ഏതൊരു ഐഡന്റിറ്റി ഫംഗ്ഷനും കോൺസ്റ്റന്റ് ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ ഈസ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. സോ ഇവിടെ ഏതൊരു ഐഡന്റിറ്റി ഫംഗ്ഷനും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് അതിലേക്ക് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അത് കോൺസ്റ്റന്റ് ആയിരിക്കും, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിരിക്കും എന്നുള്ള ഒരു പ്രൂഫാണ് നമ്മളിവിടെ നോക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഡൊമൈൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, ഓർ എനി റിയൽ നമ്പർ വിച്ച് ഇസ് ഇൻ റിയൽ നമ്പറിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ ആയിക്കോട്ടെ ഡൊമൈന്. സോ സി ഈസ് അവർ റിയൽ നമ്പർ ഓർ കോൺസ്റ്റന്റ് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി ഓഫ് എഫ് ഓഫ് എക്സ്, അതായത് എഫ് ഓഫ് എക്സിലേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്ത് വരും, which is equal to c എന്ന്, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി ഓഫ് എഫ് ഓഫ് എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സ് എക്സ് ആണ്, സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി ഓഫ് എക്സ് എന്ന് വരും. സോ ഫൈനൽ ആൻസർ ഈസ് സി എന്ന് വരും. ഓക്കെ, നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കിട്ടിയ വാല്യൂ സി എന്ന് വന്നു. അതുപോലെ തന്നെ എഫ് ഓഫ് സിയുടെ വാല്യൂ, അതായത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എക്സ് ആണെങ്കിൽ എഫ് ഓഫ് സിന്റെ വാല്യൂ എക്സിന്റെ സ്ഥാനത്ത് സി കൊടുക്കുക. സോ എഫ് ഓഫ് സിയുടെ വാല്യൂ സി ആയിരിക്കും. സോ
ലിമിറ്റ് അപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂവും അതുപോലെ തന്നെ f of c യുടെ വാല്യൂവും ഈക്വൽ ആയിരിക്കും, which is equal to c. So f of x is continuous at x equal to c for every real number എന്ന് നമുക്ക് പറയാം. Hence f of x is continuous. ഈ ഒരു representation for every എന്നതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. So this okay, hence f of x is continuous എന്ന് പറയും. അത്രേ ഉള്ളൂ. സോ ഇത് ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല, കാരണം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. സോ അതെന്തായാലും കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0. ഓക്കെ, ഒരു മിനിറ്റ്. So this is our sine graph. ഓക്കെ, ഇത് കണ്ടിന്യൂസ് ആയിരിക്കും. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഈ ഗ്രാഫിൽ ഒരു ബ്രേക്കും ഉണ്ടാവില്ല. ഓക്കെ, അതുപോലെ തന്നെ സൈൻ ഗ്രാഫും കോസ് ഗ്രാഫും ടാൻ ഗ്രാഫും എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഗ്രാഫും കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. നെക്സ്റ്റ്, does a limit x tends to 0 of modulus of x divided by x exist? ഓക്കെ, അതിനാദ്യം മോഡുലസ് ഓഫ് എക്സ് എന്താണെന്ന് അറിയണം, മോഡുലസ് ഓഫ് എക്സ് ബൈ എക്സ് എന്താണെന്ന് അറിയണം. അതിലേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ അത് എന്ത് ചെയ്യണം, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ആദ്യം മോഡുലസ് ഓഫ് എക്സ് നോക്കാം. മോഡുലസ് ഓഫ് എക്സ് ഈസ് നത്തിങ് ബട്ട് എക്സിന് പോസിറ്റീവ് വാല്യൂ കൊടുത്താലും നെഗറ്റീവ് വാല്യൂ കൊടുത്താലും ഫൈനൽ ആൻസർ ഈസ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതായത് മോഡുലസ് ഓഫ് -1 1 ആയിരിക്കും, മോഡുലസ് ഓഫ് -3 3 ആയിരിക്കും, മോഡുലസ് ഓഫ് +3 3 ആയിരിക്കും, മോഡുലസ് ഓഫ് +1 3 ആയിരിക്കും. അതായത് എക്സിന് ഏത് വാല്യൂ കൊടുത്തോട്ടെ ഫൈനൽ ആൻസർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അത്രേ ഉള്ളൂ. സോ ഇതാണ് ഇതിന്റെ എന്ത് ചെയ്യാം, 3 കണ്ടീഷൻ. സോ ഫസ്റ്റ് എക്സിന് 0 കൊടുക്കുക, ഫൈനൽ ആൻസർ ഇസ് എക്സിന് 0 കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ്, അതായത് മോഡ് എക്സിന്റെ വാല്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ എക്സിന് 0 കൊടുക്കുമ്പോൾ മോഡ് എക്സ് 0 വരും. എക്സിന് എക്സ് ഗ്രേറ്റർ ദാൻ ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ഏതൊരു പോസിറ്റീവ് എക്സിന് ഏതൊരു പോസിറ്റീവ് വാല്യൂ കൊടുത്താലും മോഡസ് ഓഫ് എക്സ് എക്സ് എന്ന് വരും, അതായത് പോസിറ്റീവ് എന്ന് വരും. നെക്സ്റ്റ് എക്സ് ലെസ് ദാൻ 0, എക്സ് 0നേക്കാൾ ചെറുത്, അതായത് നെഗറ്റീവ് നമ്പർ വരുമ്പോൾ നമുക്ക് എന്തായിരിക്കും, ഫൈനൽ ഔട്ട്കം ഈസ് -x ആയിരിക്കും. അതായത് ഇവിടെ -x വരാൻ കാരണം എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ എക്സിന് ഓൾറെഡി ഒരു നെഗറ്റീവ് എക്സിന്റെ വാല്യൂ ഉണ്ടാകും, അതിന്റെ കൂടെ ഒരു മൈനസും കൂടി വരുമ്പോൾ എന്താകും, പോസിറ്റീവ് വരും. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സിന് ഒരു -3 സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മോഡുലസ് ഓഫ് എക്സിന്റെ വാല്യൂ -3 എന്ന് വരും, ഇറ്റ് ഈസ് +3 എന്ന് വരും. അങ്ങനെയാണ് ഇവിടെ ലെസ് ദാൻ എക്സ് വരുമ്പോൾ -x എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. സോ മോഡുലസ് ഓഫ് എക്സിന് 3 കണ്ടീഷൻ, ഗ്രേറ്റർ ദാൻ 0, ലെസ് ദാൻ 0, ഈക്വൽ ടു 0. ഓക്കെ, നെക്സ്റ്റ് മോഡുലസ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എക്സ് ആണ്. സോ ഇതിന് എന്ത് ചെയ്യാം, എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. So that is -x divided by x for x less than 0 and x divided by x for x greater than or equal to 0. ഇതിന്റെ വാല്യൂ -1, അതായത് x 0നേക്കാൾ ചെറുതാണെങ്കിൽ -1 വരും, 0നേക്കാൾ വലുതാണെങ്കിൽ 1 എന്ന് വരും, ഈക്വൽ ടു 0 ആണെങ്കിൽ 0 വരും. ഓക്കെ, ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇല്ല, ഓൺലി ഗ്രേറ്റർ ദാൻ. തേർഡ് ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്, എക്സ് ഈക്വൽ ടു 0 വരുമ്പോൾ ഫൈനൽ ആൻസർ ഇസ് 0 എന്ന് വരും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റിന്റെ കേസ് ചെക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രാഫ് വരിക. അതായത് എക്സിന് പോസിറ്റീവ് വാല്യൂ, ഓക്കെ, ഇത് എക്സ്, ഇത് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്, എക്സ് ഗ്രേറ്റർ ദാൻ 0, അതായത് ഈ പോയിന്റ് എക്സ് ഈക്വൽ ടു 0 ആണ്. ഇവിടുന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുന്തോറും എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. എക്സിന് ഏത് പോസിറ്റീവ് വാല്യൂ വന്നാലും വൈ വാല്യൂ എന്തായിരിക്കും, എഫ് ഓഫ് എക്സിന്റെ വാല്യൂ, അതായത് മോഡ് എക്സ് ഡിവൈഡ് ബൈ എക്സിന്റെ വാല്യൂ +1 ആയിരിക്കും. ആൻഡ് എക്സിന് ഏതൊരു നെഗറ്റീവ് വാല്യൂ വന്നാലും വൈ വാല്യൂ എന്തായിരിക്കും, -1 ആയിരിക്കും. അതായത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും, പക്ഷെ ഇതെന്തല്ല, കണ്ടിന്യൂസ് അല്ല. ഓക്കെ, കണ്ടിന്യൂസ് അല്ല. അതായത് ഇവിടെ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ബ്രേക്ക് ഉണ്ട്.
ഓക്കെ, ദാറ്റ് ഈസ് ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഓക്കെ, മനസ്സിലായില്ലേ? സോ നെക്സ്റ്റ് നോക്കാം. Modulus of x divided by x at x tends to 0. Therefore, mod x divided by x is sometimes positive 1 and sometimes negative 1. അതായത് x positive ആകുമ്പോൾ +1, negative ആകുമ്പോൾ -1. According to sin x, we conclude limit x tends to 0. Modulus of x divided by x doesn't exist. ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാൻ കാരണം, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും. ഓക്കെ, നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ഫംഗ്ഷൻ എടുത്തു. ഈ ഒരു ഫംഗ്ഷൻ ഇത് നെഗറ്റീവ് സൈഡ് ആണ്. ഈ നെഗറ്റീവിൽ നിന്ന് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പോസിറ്റീവിൽ നിന്ന് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ആ നെഗറ്റീവിൽ നിന്ന് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ആ ലിമിറ്റിന്റെ വാല്യൂ ആണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. അതുപോലെ തന്നെ പോസിറ്റീവിൽ നിന്ന് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ആ ലിമിറ്റിന്റെ വാല്യൂ ആണ് എന്ത്? റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ഇവിടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് +1 ആണ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് -1 ആണ്. സോ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആവണം. ഇവിടെ രണ്ടും നോട്ട് ഈക്വൽ ആണ്. സോ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആവണമെങ്കിൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും അതുപോലെ തന്നെ f(x0) ഈക്വൽ ആകണം. എങ്കിൽ മാത്രമേ കണ്ടിന്യൂസ് ആവുള്ളൂ. അപ്പോ ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, കണ്ടിന്യൂസും അല്ല. ഓക്കെ, അത്രേ ഉള്ളൂ. നെക്സ്റ്റ്, ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി ഓർ ആൻഡ് ഇൻഫിനിറ്റ് ലിമിറ്റ്സ്. ഓക്കെ, ഇവിടെയാണ് ഇൻഫിനിറ്റിയുടെ കേസ് വരുന്നത്. ഇൻഫിനിറ്റിയുടെ കേസ് എല്ലാവരും ശ്രദ്ധിക്കാം, വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ഓഫ് 1/x വന്നാലും ലിമിറ്റ് എക്സ് ടെൻസ് ടു -ഇൻഫിനിറ്റി ഓഫ് 1/x, അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലിമിറ്റ് 1/x കൊടുത്താലും റൈറ്റ് സൈഡിൽ നിന്ന് ലിമിറ്റ് 1/x കൊടുത്താലും ഫൈനൽ ഔട്ട്കം ഈസ് 0. ഇത് എങ്ങനെയാണ് 0 എന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഇതാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ഓഫ് 1/x. ഇതിൽ എക്സിന്റെ സ്ഥാനത്ത് ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ 1/∞ വരും. എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാണ് 1/∞ 0 എന്ന് വന്നത്. സോ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം 1/∞ ആണ്. ഓക്കെ, ആദ്യം 1/2 കൺസിഡർ ചെയ്യാം. 1/2 ആൻസർ 0.5 ആണ്. നെക്സ്റ്റ് 1/4 നോക്കാം. 1/4 0.25 ആണ്. അതായത് 0.5 നിന്ന് 0.25 കുറഞ്ഞു വരികയാണ്. നെക്സ്റ്റ് 1/8 നോക്കാം. ദാറ്റ് ഈസ് 0.125 ആണ്. സംതിങ് എത്രയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ വാല്യൂ, അതായത് ഡിനോമിനേറ്ററിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫൈനൽ ആൻസർ ഡിക്രീസ് ചെയ്ത് പോവുകയാണ്. ആദ്യം 0.5 ആയി, 0.25 ആയി, 0.125 ആയി, അങ്ങനെ ഡിക്രീസ് ചെയ്ത് ഡിനോമിനേറ്റർ ഇൻഫിനിറ്റി ആകുമ്പോൾ ഫൈനൽ ആൻസർ ഇസ് 0 എന്ന് വരും. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സിമ്പിൾ ആയി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു -ഇൻഫിനിറ്റി ഓഫ് 1/x -1/∞ വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, 1/∞ വാല്യൂ 0. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. സോ ഇൻഫിനിറ്റ് ലിമിറ്റ് പ്രോബ്ലം എപ്പോൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ഓഫ് 2x + 1 ഡിവൈഡ് ബൈ 3x + 1. ഇവിടെ ന്യൂമറേറ്ററിൽ ഒരു ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ ആണ്, ഡിനോമിനേറ്ററിൽ ഒരു ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ ആണ്. സോ എന്ത് ചെയ്യാം, ന്യൂമറേറ്ററിലെ ഹയസ്റ്റ് എക്സിന്റെ വാല്യൂ, ദാറ്റ് ഈസ് ന്യൂമറേറ്ററിലെ എക്സിന്റെ വാല്യൂ 1 ആണ്. ന്യൂമറേറ്ററിലെ എക്സിന്റെ ഹയസ്റ്റ് പവർ x ആണ്. ഇനിയിപ്പോ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും x² അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ സോ കുഴപ്പമില്ല. അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ന്യൂമറേറ്ററിൽ എക്സിന്റെ ഹയസ്റ്റ് പവർ x ആണ്, ഡിനോമിനേറ്ററിലും എക്സിന്റെ ഹയസ്റ്റ് പവർ x ആണ്. സോ ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും ഓരോ x കോമൺ ആയി ഔട്ട് സൈഡ് എടുക്കുക. ഓക്കെ, ഇവിടെ 2x + 1 ഉണ്ട്. ഇതിൽ നിന്ന് x ഔട്ട് സൈഡ് എടുത്താൽ 2x നിന്ന് x ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി റിമൈനിങ് 2 എന്ന് വരും. അതുപോലെ തന്നെ 1 നിന്ന് x ഔട്ട് സൈഡ് എടുത്താൽ 1/x എന്ന് വരും. ഡൗട്ട് ഉണ്ടെങ്കിൽ ഉള്ളിലേക്ക് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കുക. x × 2 2x, x × 1/x 1 എന്ന് വരും. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ നിന്നും എന്ത് ചെയ്യുക, x ഔട്ട് സൈഡ് എടുക്കുക. ദാറ്റ് ഈസ് x × 3 + 1/x എന്ന് വരും. ഇവിടെ സിമ്പിൾ മാത്സ് ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക, എക്സും എക്സും കോമൺ ഉള്ളത് കട്ട് ചെയ്ത് പോകും. സോ ഇൻഫിനിറ്റി വരുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, ഹയസ്റ്റ് പവറിന്റെ ഔട്ട് സൈഡ് എടുക്കുക, ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും, എന്നിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. എന്നിട്ട് എന്ത് ചെയ്യാം, ലിമിറ്റ് ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് എക്സിന് ഇൻഫിനിറ്റി അപ്ലൈ ചെയ്ത് കൊടുത്താൽ ആൻസർ ആകെ കയ്യിൽ നിന്ന് പോകും, തെറ്റും.
സോ എന്ത് ചെയ്യാം, എക്സിന് അതായത് ഹയസ്റ്റ് പവർ ഓഫ് എക്സിന് ഔട്ട്സൈഡ് എടുത്തിട്ട് ലിമിറ്റ് ഇൻഫിനിറ്റി അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ ഹിയർ ആൻസർ ഈസ് 2 + 1/infinity ഡിവൈഡ് ബൈ 3 + 1/infinity വരും. 1/infinity 0 ആണ്, 1/infinity 0 ആണ്, therefore 2/3 എന്ന് വരും. ഫൈനൽ ആൻസർ ഈസ് 2/3 എന്ന് വരും. നെക്സ്റ്റ് ഒരു സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. സോ this is second question. Limit x tends to -infinity of 5x square plus 5x square minus 3x plus 2 divided by x square plus 1. ഇവിടെ എക്സിന്റെ ഹയസ്റ്റ് പവർ എക്സ് സ്ക്വയർ ആണ്, ന്യൂമറേറ്ററിലും എക്സ് സ്ക്വയർ ആണ്, ഡിനോമിനേറ്ററിലും എക്സ് സ്ക്വയർ ആണ്. സോ ഇനി ഫോർ എക്സാമ്പിൾ എന്ത് ചെയ്യാം, ഡിനോമിനേറ്ററിൽ ഹയസ്റ്റ് പവർ എക്സ് ആണെന്ന് വെച്ചോ, എങ്കിൽ എന്ത് ചെയ്യാം, അതായത് ന്യൂമറേറ്ററിലോ ഡിനോമിനേറ്ററിലോ ഏതിലാണ് ഹയസ്റ്റ് പവർ ഉള്ളത് എങ്കിൽ ആ ഹയസ്റ്റ് പവർ ന്യൂമറേറ്ററിൽ നിന്നും പുറത്തേക്ക് എടുക്കുക, ഡിനോമിനേറ്ററിൽ നിന്നും പുറത്തേക്ക് എടുക്കുക, എന്നിട്ട് ഫൈനൽ ആൻസർ കാൽക്കുലേറ്റ് ചെയ്ത് പോവാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഹയസ്റ്റ് പവർ ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും ഔട്ട്സൈഡ് എടുക്കണം. ന്യൂമറേറ്ററിൽ നിന്ന് എടുക്കുന്നതും ഡിനോമിനേറ്ററിൽ നിന്ന് എടുക്കുന്നതും രണ്ടും ഈക്വൽ ആവണം. എന്നാലേ അത് എന്ത് ചെയ്യാം, പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകാൻ കഴിയുള്ളൂ. സോ 5x square എന്ന് x square ഔട്ട്സൈഡ് എടുത്താൽ റിമൈനിങ് 5 എന്ന് വരും. -3x എന്ന് x square ഔട്ട്സൈഡ് എടുത്താൽ -3/x എന്ന് വരും. +2 നിന്ന് x square ഔട്ട്സൈഡ് എടുത്താൽ 2/x square എന്ന് വരും. ഡൗട്ട് ഉണ്ടെങ്കിൽ ഉള്ളിലേക്ക് മൾട്ടിപ്പിൾ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു കേസ് വരുമ്പോഴാണ് എല്ലാവർക്കും ഡൗട്ട് വരിക. നോക്കാം. ദാറ്റ് ഈസ് -3x into x square സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ന്യൂമറേറ്ററിൽ മുകളിൽ x square വരും, ഡിനോമിനേറ്ററിൽ അടിയിൽ x വരും. ഒരു x square x കട്ട് ചെയ്ത് പോയാൽ -3x എന്ന് വരും. ഓക്കെ, സിമ്പിൾ മാത്സ് ആണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യും, x square + 1 നിന്ന് x square ഔട്ട്സൈഡ് എടുത്താൽ 1 + 1/x square എന്ന് വരും. ഓക്കെ, എത്രയുള്ളൂ. നെക്സ്റ്റ് ന്യൂമറേറ്ററിൽ നിന്ന് ഒരു x square ഡിനോമിനേറ്ററിൽ ഒരു x square കോമൺ ഉണ്ട്. ബോത്ത് ആർ ക്യാൻസൽഡ് ഈച്ച് അതർ. സോ ഫൈനൽ ആൻസർ ഈസ് 5 - 3/x + 2/x square ഡിവൈഡഡ് ബൈ 1 + 1/x square. ഇതിലേക്ക് -ഇൻഫിനിറ്റി, അതല്ല എങ്കിൽ ഇൻഫിനിറ്റിയുടെ -ഇൻഫിനിറ്റി കൊടുത്താലും +ഇൻഫിനിറ്റി കൊടുത്താലും ചേഞ്ച് ഒന്നും വരാനില്ല. കാരണം 1/infinity 0 ആണ്. സോ എക്സിന്റെ എല്ലാ വേരിയബിളും കട്ടായി പോകും. 1/infinity സ്ക്വയർ ആയാലും 0 ആണ്. ഓക്കെ, ഇതും 0 ആണ്. സോ ഫൈനൽ ആൻസർ ഈസ് 5/1, ദാറ്റ് ഈസ് 5 എന്ന് വരും. ഓക്കെ, ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. സോ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡിഫറൻഷ്യബിലിറ്റി നോക്കാം. സോ ഇത്രേ ഉള്ളൂ ഇൻഫിനിറ്റിയുടെ കേസ്. ഇൻഫിനിറ്റി അതായത് ലിമിറ്റ് ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യാൻ ഉള്ള ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യാം, ഹയസ്റ്റ് പവർ ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും ഔട്ട്സൈഡ് എടുക്കുക. ഔട്ട്സൈഡ് എടുക്കുമ്പോൾ സെയിം പവർ ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും ഔട്ട്സൈഡ് എടുക്കുക. എന്നാലേ അത് നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് പോകുള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, ഇൻഫിനിറ്റിയുടെ വാല്യൂ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 0 ആവാനുള്ളതൊക്കെ പോകും. ബാക്കി റിമൈനിങ് ആൻസറിന്റെ വാല്യൂ മാത്രം എടുത്തെഴുതുക. സോ ഫൈനൽ ആൻസർ ഈസ് 5. ഓക്കെ, അത്രേ ഉള്ളൂ. താങ്ക് യു.